രണ്ട് നായികമാരുടെ നായകനാ. അതെ, രണ്ടുപേരുണ്ട്. രണ്ട് നായികമാരുണ്ട് പടത്തില്. ഡോക്ടർ അനീറ്റയുടെ ലൈഫിലോട്ട് ഇടിച്ചു കയറി വരുന്നത്. എങ്ങനെയാണ് ഈ നായിക നമ്മുടെ ജിപ്സ ബീഗം ആ നായികയിലേക്ക് എത്തിയത്? എങ്ങനെയാണ്? ജിപ്സയെ ഞാനൊരു 16-17 കാണുന്നത് പരിചയപ്പെടുന്നത്. വയസ്സിലല്ല, 2016. ബോൾഡ് മീൻസ് ഇപ്പോഴത്തെ മറ്റേ നേവലും ക്ലീവേജും കാണിക്കുന്ന ബോൾഡ് അല്ല, ശരിക്കും ക്യാരക്ടറിൽ കുറച്ച് പക്വത കാണിക്കുന്ന ബോൾഡ്നെസ്. അസ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് നായിക ജിപ്സ ബീഗവും സംവിധായകനും പ്രൊഡ്യൂസറുമായ ജസൻ ജോസഫാണ് നമ്മോടൊപ്പം. നമസ്കാരം. നമസ്കാരം. റാസയാണ് പുതിയ വിശേഷം. എന്താണ് ശരിക്കും റാസ? പേരിൽ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. ആദ്യം സംവിധായകൻ തന്നെ നടനാണല്ലേ, ഇതിലെ പ്രധാന നായകനാണ്. പറഞ്ഞോളൂ. രണ്ട് നായികമാരുടെ നായകനാ. അതെ, രണ്ടുപേരുണ്ട്. രണ്ട് നായികമാരുണ്ട് പടത്തില്. റാസ എന്ന് പറയുമ്പോൾ മനസ്സിലായില്ലേ എന്താണ്? നമ്മുടെ പള്ളിയിൽ അവസാനം വന്ന് റാസ വന്ന് കയറുന്ന കുട്ടിക്കലാശം അല്ലേ? അത് തന്നെയാണ് സംഭവം. പരാമർശിക്കുന്ന ഒരു സാമൂഹിക വിപത്ത് എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ള ഒരു മയക്കുമരുന്ന് തന്നെ അല്ലേ വിപത്ത്. MDMA ഒരു വിപത്താണ്. MDMA. അപ്പൊ അതുമൂലം ഉണ്ടാകുന്ന വലിയൊരു വിഷയം, MDMA മൂലം ഒരു വിഷയം ഉണ്ടാവുന്നുണ്ട് നമ്മുടെ പടത്തിൽ. ഒരു വലിയൊരു സംഭവം ഉണ്ടാവുന്നു. ശരിക്കും ഇതൊരു റിയലിസ്റ്റിക് സ്റ്റോറിയാന്ന് പറഞ്ഞത് ശരിയാണോ? ശരിക്കും നമ്മൾ ഈ അടുത്ത് നമ്മൾ കൊച്ചിയിൽ കേട്ടു മറന്ന സ്ത്രീകളുടെ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് മയക്കുമരുന്നിന് അഡിക്റ്റായ ഒരു റിയലിസ്റ്റിക് ആണോ ഇത്? ഇത് ഈ പടം ഞാൻ എഴുതിയിട്ട് ഇപ്പോൾ 2 വർഷമായി. ഷൂട്ടിംഗ് കഴിഞ്ഞ് ഇതിൻ്റെ ജോലികളെല്ലാം തീർന്നിട്ട് ഇപ്പോൾ ഏകദേശം 1.5 വർഷത്തോളം ആയി ഇതിൻ്റെ ജോലികൾ നടന്നു. ഇപ്പം നമ്മൾ റിലീസായി. ഈ സമയത്തിന് ശേഷമല്ലേ ഈ വിഷയങ്ങളൊക്കെ നടന്നത്. അപ്പൊ അതിന് മുന്നേ ഞാൻ എഴുതിയതാണ്. ക്രാന്തദർശിത്വം കൊണ്ട് എഴുതിയതാണ്. എഴുതി അതിങ്ങനെ സംഭവിച്ചു പോയി. എന്ത് ചെയ്യാൻ? നമ്മൾ നാട് ഓരോ ദിവസവും പൊയ്ക്കൊണ്ടിരിക്കുന്നതിന്റെ ഒരു ഗതി അറിയാലോ. അപ്പൊ പിന്നെ ഇതില് ഈ പറഞ്ഞതുപോലെ ദുരൂഹത നിറഞ്ഞ കുറച്ച് സംഭവങ്ങളുണ്ടല്ലോ. അപ്പൊ അതൊക്കെ എന്താണെന്ന് അറിയില്ല, യാദൃച്ഛികമാണോ എന്താണെന്ന് അറിയില്ല, ഇതിലുണ്ട്. ഉണ്ട്. നായികയെ കുറിച്ച് എന്താ പറയാനുള്ളത്? വില്ലത്തിയാണല്ലേ ഇതില്, അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്. 2 നായികമാരെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതില് ഒരാള് ഡോക്ടർ അനീറ്റ, അതാണ് നമ്മുടെ ജിപ്സ ബീഗം. അപ്പൊ അയാളുടെ ജീവിതത്തിലേക്ക് ഈ 2 കഥാപാത്രങ്ങൾ വരുന്നു എന്നുള്ളതാണ്. 2 സ്ത്രീ കഥാപാത്രങ്ങളും കയറി വരുന്നത് ഒരു ട്വിസ്റ്റ് ആണല്ലോ. അപ്പോൾ ഡോക്ടർ അനീറ്റ, കൊച്ചിയിലുള്ള വലിയൊരു സിവിൽ സർജൻ ഡോക്ടർ അനീറ്റ ഇയാളുടെ ജീവിതത്തിലുണ്ട്. നാട്ടുമ്പുറത്തുള്ള ഈ പറയുന്ന മഞ്ചേരി എന്ന കഥാപാത്രവും ഇയാളുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ ഇതെന്താണ് മുന്നോട്ട് പോകുമ്പോൾ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഡോക്ടർ അനീറ്റയുടെ ലൈഫിലോട്ട് ഇടിച്ചു കയറി വരുന്നത്. അനീറ്റയുടെ ലൈഫിൽ ഇടിച്ച് അയാൾ പെട്ടെന്ന് വരികയാണ് അയാൾ. അപ്പം പിന്നെ അവര് ഒരു 15 ദിവസം മറ്റൊരു ലോകത്തായതുപോലെ അവർ ജീവിക്കുകയാണ് കൊച്ചിയിൽ. ഈ 15 ദിവസം എന്താണ് ഈ ഡോക്ടർ അനീറ്റയുടെ ജീവിതത്തിൽ നടക്കുന്നതെന്ന് അവർക്ക് പോലും മനസ്സിലാകും. ആ 15 ദിവസത്തെ കഥ 16-ാം ദിവസം ആണ് ഇതിന്റെ ക്ലൈമാക്സ്. അതാണ് റാസ. പിന്നെ ഞാനത് ഈ അടുത്ത 9 എന്നുള്ള ഡേറ്റാണ് നമ്മൾ വെച്ചത്, ഈ കഴിഞ്ഞ 9. അപ്പൊ എന്റെ കഴിഞ്ഞ സിനിമയും ഒരു മെയ് 9-നായിരുന്നു റിലീസ്. കലിപ്പും മെയ് 9-ആയിരുന്നു. 9 പിടിക്കണ്ട എന്നും പിന്നെ അറിയാലോ ഓരോ ആഴ്ചയും സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു 3 ഡേറ്റോളം 3 ഡേറ്റ് മാറി 9-ലെത്തി. അങ്ങനെയാണ് 14-ൽ നിന്നും മാറി 16-ലെത്തി. ഇനി നമുക്കൊരു മാറല് ഇല്ല, വലിയ ബുദ്ധിമുട്ടാവൂലേ? എങ്ങനെയാണ് ഈ നായിക നമ്മുടെ ജിപ്സ ബീഗം ആ നായികയിലേക്ക് എത്തിയത്? എങ്ങനെയാണ്? അല്ല, ജിപ്സ ബീഗത്തിലേക്ക് എത്തുന്ന പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല. ജിപ്സയെ ഞാനൊരു 16-17 കാണുന്നതും പരിചയപ്പെടുന്നത്. വയസ്സിലല്ല, 2016. കണ്ടു കഴിഞ്ഞാൽ ഒരു 16 വയസ്സ് വരെ തോന്നിക്കും. കൊച്ചുകുട്ടിയായിരുന്നു ഇപ്പോഴും. അതെ. അപ്പോൾ 16-ലാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഈ 16-ൽ ഞങ്ങൾ കണ്ടു. ഒരു സിനിമയുടെ ഒരു ഫംഗ്ഷനായിരുന്നു കാണുന്നത്. അപ്പോൾ അങ്ങനെ സിനിമ ഫംഗ്ഷന് കണ്ടു. അവിടെ വെച്ച് കണ്ടു പിരിഞ്ഞു. അതിനുശേഷം ഞാൻ ഈ പറയുന്ന സിനിമയുടെ കഥ എഴുതി ഇങ്ങനെ ഓരോ കഥാപാത്രവും മനസ്സിൽ ഇങ്ങനെ വരുമല്ലോ. നമുക്കിങ്ങനെ വരുന്ന സമയത്താണ് ഇച്ചിരി ബോൾഡായിട്ടുള്ള ഒരു ബോൾഡ് മീൻസ് ഇപ്പോഴത്തെ മറ്റേ നേവലും ക്ലീവേജും കാണിക്കുന്ന ബോൾഡ് അല്ല, ശരിക്കും ക്യാരക്ടറിൽ കുറച്ച് പക്വത കാണിക്കുന്ന ബോൾഡ്നെസ്. അങ്ങനെയാണ്.
അങ്ങനെ വേണമെന്ന് തോന്നുകയും ഞാൻ അങ്ങനെ ജിപ്സിയിലേക്ക് ചിന്തിക്കുകയും എത്തുകയും അപ്പോൾ ഞാൻ എൻ്റെ ഓർമ്മയിലുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളിങ്ങനെ കണ്ടു പരിചയമാണെങ്കിൽ പോലും ദിവസവും ചാറ്റ് ചെയ്യുക അല്ലെങ്കിൽ ദിവസമൊന്നുമല്ല, എനിക്ക് അതിനുശേഷം അന്ന് ആ സമയത്ത് കണ്ടു. അപ്പോൾ പുള്ളി കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാവരെയും പരിചയപ്പെടുന്ന കൂട്ടത്തിൽ പുള്ളി പറയുന്നു ഞാൻ ഇന്ന, ഇപ്പം ഓരോരുത്തരും നമ്മളിപ്പോൾ എല്ലാവരും അങ്ങോട്ടും പരിചയപ്പെടുന്ന പോലെ പുള്ളിക്കാരൻ എൻ്റെ പേര് എന്നതാണ്, ഞാൻ ഇന്ന കൽപ്പ് എന്ന് പറഞ്ഞ മൂവി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവിടുന്ന് അതിനുശേഷം എന്റെ ലൈഫിൽ എനിക്ക് ഒരു ഗുഡ് മോർണിംഗോ ഒരു ഗുഡ് ആഫ്റ്റർനൂണോ പോയിട്ട് പുള്ളി ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് അറിയത്തില്ല. എന്റെ കാര്യം പുള്ളി നമ്മൾ FB ഫ്രണ്ടായിരുന്നോ? അല്ലല്ലോ, അതുമില്ല. ഓർമ്മയിലുണ്ട്. ഞാൻ ഓരോ വ്യക്തികളെയും കാണുമ്പോൾ കണ്ടു പരിചയപ്പെട്ട് നമ്മൾ പോകും, പക്ഷെ എങ്കിലും മനസ്സിലുണ്ടാവും ശേഷം ഈ സിനിമയുടെ കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് വിളിച്ചിട്ട് ഞാൻ എൻ്റെ പേര് ജിസൺ, പക്ഷെ ഞാൻ എല്ലാവരുടെയും നമ്പർ സേവ് ചെയ്ത് വെക്കും. നമ്പർ മാത്രമല്ല, നമ്പർ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ടർ ജസൻ ജോസഫ്, കെയർ ഓഫ് ഇന്ന സിനിമയുടെ മൂവി ഇന്ന സമയത്ത് ഇന്ന എന്ന് പറഞ്ഞിട്ട് ഫുൾ അഡ്രസ് ഉൾപ്പെടെ ഞാൻ എല്ലാവരുടെ ആരുടെ സേവ് ചെയ്ത് വെക്കണമെങ്കിൽ പഞ്ചായത്ത് ഉൾപ്പെടെ ഞാൻ പിന്നീട് ഓർമ്മയുണ്ട്. കാരണം അതുകൊണ്ടാണ് പുള്ളി വിളിച്ചപ്പോൾ ഇന്ന ഞാൻ പറഞ്ഞാൽ എനിക്ക് ആളെ മനസ്സിലായി എന്ന് പറഞ്ഞു. അവർ മോളെ ഇങ്ങനെ ഒരു സിനിമ ഇതാക്കുന്നുണ്ട്, അതിലൊരു വേഷമുണ്ട്, നായിക പ്രാധാന്യമുള്ള വേഷമാണ്, അത് എനിക്കൊന്ന് കഥ പറയാൻ പറ്റുമെന്ന് വെച്ചിട്ട് പുള്ളി പറഞ്ഞു. പക്ഷെ പലരെ ഞാൻ വിളിക്കുമ്പോൾ പറയും, കാരണം നമുക്ക് അത്രയും പേഴ്സണലി അറിയാം, നല്ല ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉള്ള പലരും പറയും അയ്യോ ഒന്ന് വിളിക്കണ്ടേ ഇടയ്ക്കൊക്കെ. എനിക്ക് മെയിനായിട്ട് എനിക്കുള്ളൊരു കംപ്ലൈൻറ്റ് എല്ലാവരും പറഞ്ഞത് എല്ലാവരും പറയണത് ഒന്ന് വിളിക്കണ്ടേ, അല്ലെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കണ്ടേ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് ഇതാക്കണ്ടേ, ഓർമ്മിപ്പിക്കണ്ടേ എന്നൊക്കെ പറയും. പക്ഷേ അതുവരെ എനിക്ക് അങ്ങോട്ടോ അന്ന് കുറേ പേരിൽ ഒരാളായിട്ട് കണ്ടു എന്നുള്ളതല്ലാതെ അതിലപ്പുറം ഒരു ഗുഡ് മോർണിംഗോ ഗുഡ് ആഫ്റ്റർനൂൺ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ വേറൊരു ഫംഗ്ഷൻ വെച്ച് കണ്ടിട്ടുമില്ല ഞാൻ പുള്ളിയെ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിക്കുക ചെയ്തു എന്നാൽ ഇത് എങ്ങനെ കറങ്ങി തിരിഞ്ഞ് എന്റെ അടുത്തോട്ട് എത്തിയെന്ന് ഞാൻ അന്ന് അങ്ങനെ പുള്ളിയോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പുള്ളി പറഞ്ഞു എനിക്ക് അതിന് മുമ്പ് വേറെ ആരെ കാസ്റ്റ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞല്ലേ. ആ ഫീൽഡിൽ ഇപ്പം ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ട്, മറ്റെല്ലാ ഫീൽഡിലും ഉണ്ടെങ്കിൽ കൂടി കൂടുതലായിട്ട് സിനിമയിലാണ്. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ അത് എത്രത്തോളം ചലഞ്ചിങ് ആണ്? അല്ലേ, നമ്മുടെ സിനിമയിൽ മാത്രമല്ലല്ലോ, നമ്മൾ സിനിമ കൂടുതൽ ജനങ്ങളിലേക്ക് ചെല്ലുന്നത് കൊണ്ടും അല്ലെന്നുണ്ടെങ്കിൽ സെലിബ്രിറ്റികളുടെ കാര്യങ്ങളിൽ പൊതുജനത്തിന് താല്പര്യം കൂടുതലായതുകൊണ്ട് മാത്രമാണ് ഈ സിനിമക്കാർ എന്ത് ചെയ്യുന്നു എന്ന് നോക്കി നിൽക്കുന്നത്. അല്ലാതെ സിനിമ മാത്രമൊന്നുമല്ല, ഈ ലഹരി ഉപയോഗം എല്ലാ ഫീൽഡിലും ഉണ്ട്, നമ്മളത് ചർച്ച ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ചർച്ച ചെയ്യാൻ മറ്റുള്ളവർക്ക് താല്പര്യമില്ല. ഇത് സിനിമാക്കാരുടെ വിഷയങ്ങളെ ഒരു IT മേഖലയിൽ ഇതുപോലെ ലഹരി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ ഡോക്ടർമാരുടെ ഇടയിൽ, അല്ലെങ്കിൽ അതുപോലുള്ള മറ്റേതെങ്കിലും ഇടങ്ങളിൽ ലഹരി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ ആർക്കും ഒന്നും താല്പര്യമില്ല. ഒരു നടൻ ഉപയോഗിക്കുന്നു, ഒരു നടി ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഒരു സംവിധായകൻ ഉപയോഗിക്കുന്നു എന്ന്, അല്ലെ സിനിമയിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ ത്രില്ലാണ് ജനങ്ങൾക്ക്, എക്സ്പോഷർ കിട്ടും ആൾക്കാർക്ക്. അത്രേ ഉള്ളൂ. അല്ലാതെ എല്ലാ മാത്രം ചിന്തിച്ചു നോക്കിയാൽ ഈ MDMA കേസ് വരുന്നു, അല്ലെങ്കിൽ കാരണം അവര് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളുണ്ട് 70 ലക്ഷം രൂപയുടെ ഇതാണ് കച്ചവടം ചെയ്തത്. അപ്പോൾ ഞാനൊരു കാര്യം പറയാം, ഞങ്ങളുടെ ഫെഫ്കയുടെ 21 യൂണിയനിൽ ഏകദേശം 10,000-ഓളം പേര് മെമ്പർമാരുണ്ട്. ഞങ്ങളുടെ ഫെഫ്കയ്ക്കകത്ത് എല്ലാ 21 യൂണിയനിലും ചേർത്ത് 10,000-ഓളം പേരുണ്ട്. ഈ 10,000-ഓളം പേരിൽ ഈ കഴിഞ്ഞ ദിവസം ഒരു മേക്കപ്പ് മാൻ ആയിട്ടുള്ള ഒരാളും ഒരു സംവിധായകനായിട്ടുള്ള അല്ല 2 പേരായിക്കോട്ടെ, 2 പേരും ആയിട്ടുള്ള ആൾക്കാരുടെ ടോട്ടൽ 3 കേസാണ് വന്നിട്ടുള്ളത് അല്ലേ. 10,000 പേരോളം ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് ഇൻഡസ്ട്രിയിൽ. എങ്ങനെ അതിന് പുറത്ത് ഞങ്ങൾ അസോസിയേഷൻ ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്, ഫെഫ്കയിൽ ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്, അത് ഞാൻ പറയുന്നില്ല. ഇതിൽ ഉള്ള കാർഡുള്ള അല്ലെങ്കിൽ ഇത് നിയമപരമായിട്ട് പോകുന്ന തരത്തിലേക്കുള്ള 10,000 പേരുണ്ട്. ഇതിൽ 3 പേരുടെ കാര്യമല്ലേ ഉള്ളൂ അല്ലേ. ബാക്കി ഉപയോഗിക്കുന്നുണ്ടോ അല്ലെ ഒളിച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കാൻ പോയിട്ട് ഇതിന്റെ എത്രയോ മടങ്ങാണ് മറ്റ് ഇടങ്ങളിൽ ചെയ്യുന്നത് ആൾക്കാർ. ഓരോ സിനിമ നമ്മളിൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത് പോലെ തന്നെ നമ്മുടെ സിനിമാ താരങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് ചിലപ്പോൾ കുട്ടികളിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടാം. ഞാൻ നടന്മാരുടെ കാര്യം പറഞ്ഞില്ല, ഞാൻ പറഞ്ഞ നമ്മുടെ ടെക്നീഷ്യൻ ഫെഫ്കയുടെ കാര്യം പറഞ്ഞത്. അമ്മായി എന്ന് പറഞ്ഞ സംഘടനയിലേക്ക് പോകുമ്പോഴും നമ്മൾ ചിന്തിച്ച് നോക്കി, ഇവിടെ എത്രത്തോളം നടനും നടിയുണ്ട്. അതിൽ കൂടിപ്പോയാൽ വിരലുണ്ടാവും, അതിലൊരു 8-10 പേരുടെ ഇതല്ലേ നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു, അത്രല്ലേ ഉള്ളൂ. അപ്പം ഭീകരമായ രീതിയിൽ ഇത് സിനിമാക്കാർ ഇതിന് അടിമയാണ് എന്ന് പറയുന്നതിലാണ് ഞാൻ യോജിക്കാത്തത്. എന്നാൽ ഇല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ ഞാനൊന്നേ പറയുന്നുള്ളൂ, ഇതിനകത്ത് ഇത് ഉപയോഗിച്ചാൽ സിന്തറ്റിക് പരമായിട്ട് അല്ലെങ്കിൽ MDMA ഉപയോഗിച്ചാൽ തൻ്റെ ശരീരം പോകുന്നു, തൻ്റെ ആയുസ് കുറയുമെന്നും ബോധ്യമുണ്ടെങ്കിൽ അവർ ഉപയോഗിക്കില്ല.
അപ്പോൾ അവർക്ക് ഒരു കൂടിപ്പോൾ 10-20 വർഷം ഇവിടെ ജീവിച്ചാൽ മതിയായിരിക്കും. അങ്ങനെയുള്ളവരാണ് ഉപയോഗിക്കുന്നത്. അവർക്ക് 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടി മുഴുവൻ കൊഴിഞ്ഞു പോകും, നഖം പൊടിഞ്ഞു പോകും, സ്കിന്ന് ഡാമേജ് വരും എന്നൊക്കെ പറയുന്നില്ലേ. അപ്പൊ അവര് പറയുന്ന പോട്ടെ 5 വർഷം കഴിഞ്ഞില്ല, ഈ 5 വർഷം ജീവിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നവർ അപ്പൊ പറയും അങ്ങനെയാണെങ്കിൽ ആക്സിഡന്റ്. ഈ ആക്സിഡന്റ് ആവുക വേറെ എന്തെങ്കിലും അസുഖം പറഞ്ഞ പോലെയല്ലേ നമ്മൾ പർപ്പസ്ഫുള്ളി നമ്മളുടെ ജീവിതത്തിന്റെ നമ്മൾ കാരണം വരുത്തി വെക്കുന്നതും അല്ലാതെ വരണതും തമ്മിൽ വ്യത്യാസമുണ്ട്. അങ്ങനെ എന്തെങ്കിലും ലഹരി ഉപയോഗിച്ച് ആരെങ്കിലും സെറ്റിൽ വന്ന് ബിഹേവ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? ഒന്നാമത്തത് ഞാൻ ഇപ്പോൾ സെറ്റിൽ പോകുമ്പോൾ ആകെ ഒരു 3 ദിവസത്തെ 4 ദിവസം ഒക്കെ എനിക്ക് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മളുടെ സെറ്റ് തന്നെ ഞാൻ രാവിലെ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ് വരുന്നത് വരെയും എൻ്റെ പോർഷൻ ഉണ്ടാവും. ഒരു സെക്കൻഡ് എനിക്ക് ഇങ്ങനെ ചുമ്മാ വെറുതെ ഇരിക്കാനുള്ള സമയം കാണും. അപ്പം ഞാനൊക്കെ ഇപ്പോൾ ഇതിൽ തന്നെ ഇപ്പോൾ ലീഡിങ് ക്യാരക്ടർ ആയിട്ട് പോലും വെറുതെ അവിടെ ചുമ്മാ ഇരിക്കേണ്ട ആവശ്യം വന്നില്ല എനിക്ക്. അല്ല ഇപ്പോൾ വേറെ സെറ്റിലാണെങ്കിൽ ശരി ഇപ്പോൾ പെർ ഡേ ഒരു എമൗണ്ട് ആയിരിക്കും നമുക്ക് റെക്കമെൻഡേഷൻ വരുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്നും അപ്പോൾ എനിക്കത് കാരണം ആരുമായിട്ട് ആവശ്യം ഒരു പരിധിയിലപ്പുറം അവിടെ മിങ്കിൾ ചെയ്യാനോ അല്ലെങ്കിൽ ഇതാക്കാനോ കഴിയും. പിന്നെ ഞാൻ ചെല്ലുന്നതിൽ എൻ്റെ കോമ്പിനേഷൻ സീനുള്ള ആൾക്കാരെ മാത്രമേ അവിടെ ഉണ്ടാവുകയും ചെയ്യുള്ളൂ. അപ്പോൾ സിനിമയിൽ പലരും ഉണ്ടെങ്കിലും ആ സെറ്റിൽ അല്ലെങ്കിൽ എനിക്ക് ആരാണോ എൻ്റെ സ്ക്രീനിൽ ഉണ്ടാവുന്നത് അപ്പോൾ ആ എൻ്റെ ഷോട്ടിൽ ഉണ്ടാവുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ജസൻ ചേട്ടൻ ഇതിലിപ്പോൾ ഫുള്ളും ജസൻ ചേട്ടനുള്ള കോമ്പിനേഷൻ സീനുകളാണ് മുഴുവനുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതുവരെ ഞാൻ ചെയ്ത ഒരു സിനിമയിലും എനിക്കിപ്പോൾ കള്ളു കുടിച്ചിട്ടോ കഞ്ചാവ് അടിച്ചിട്ടോ ഒന്നും ആരും ഇതാക്കുന്നൊരു ഞാൻ കണ്ടിട്ടില്ല. ഒന്നാമത്തത് ഇപ്പം എന്ന് വെച്ചിട്ട് കണ്ടിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അതിലില്ല എന്നുള്ളതല്ല, എനിക്ക് വന്നില്ല എന്ന് വിചാരിച്ചിട്ട് അവിടെ ഇല്ല എന്നുള്ളത് അർത്ഥമില്ല. അപ്പം ഞാൻ എൻ്റെ ഫേസ് ടു ഫേസ് കണ്ടിട്ടില്ല, അല്ലെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല, അത്രേ ഉള്ളൂ. എന്ന് വെച്ചിട്ട് വേറെ ആർക്കും മറ്റുള്ളവർ പറയണം ആ ഒരു ഇതേ ഉള്ളൂ. ഒരു പക്ഷേ ഞാനിപ്പോൾ ഒരു 30 ദിവസമൊക്കെ ഒരു സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിൽ ചിലപ്പം എനിക്ക് കാണാൻ പറ്റിയിരിക്കാം അങ്ങനെ ഒരാൾ. ഇപ്പം ഈ പറയപ്പെടുന്ന നടന്മാർ ഇപ്പോൾ ആരോപണം വന്നിട്ടുള്ള അല്ലെങ്കിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ള നടന്മാരുടെ കൂടെ അഭിനയിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഞാനും ഒരു വ്യക്തിമായിരിക്കും, അത് കാണാൻ അല്ലെങ്കിൽ അനുഭവിക്കേണ്ടതായിരിക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ ഇപ്പം ഇതിലാണെങ്കിൽ ബിന്ദു ചേച്ചി ഒരുപാട് നാളുകൾക്ക് ശേഷം, ബിന്ദു വരാപ്പുഴ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടൊരു നായികയാണ്, കുറേ നാളുകൾക്ക് ശേഷം അമ്മ വേഷത്തിൽ എത്തുന്ന ഒരു സിനിമ കൂടിയാണ്. അപ്പം എന്താണ് ആ ഒരു കാസ്റ്റിംഗ് എങ്ങനെയായിരുന്നു? ഞാനത് ഇതിൽ ഒരു അമ്മയുണ്ട്, അച്ഛനുണ്ട്. അപ്പം അതായത് എൻ്റെ അമ്മയായിട്ട് വരുന്നത്, അതുപോലെ എൻ്റെ അച്ഛനായിട്ട് 2. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ഒരു ക്ഷയിച്ച തറവാട് ആണ് ഇതിനകത്ത് പശ്ചാത്തലം. ക്ഷയിച്ചു പോയ ഒരു തറവാട്. അപ്പോൾ അത് മാത്രമല്ല അത്യാവശ്യം ക്ഷീണമുണ്ട് അവർക്ക്, അതായത് അസുഖബാധിതയായിട്ടുള്ള ഒരു കഥാപാത്രമാണ്. അതുപോലെ തന്നെ അതേ തലത്തിൽ തന്നെ ഇച്ചിരി ക്ഷയിച്ചിരിക്കുന്ന ഒരു ആളാണ് അച്ഛനും, അസുഖമൊക്കെ ആയിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ആ കഥാപാത്രം നിൽക്കുന്നത്. അപ്പോൾ ഞാനതിലേക്ക് ബിന്ദു വരാപ്പുഴ അവരെ നോക്കിയപ്പം അവരുടെ ആ ഒരു ഷേപ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്ഷീണിച്ച ഒരു അമ്മയുടെ രീതിയിലുള്ള അല്ല. പക്ഷേ അവർ മേക്ക് ഓവർ ചെയ്ത് കഴിയുമ്പോഴത്തേനും തീർച്ചയായിട്ടും അതിലേക്ക് എത്തും. അപ്പോൾ അവിടെയാണല്ലോ ഒരു ചലഞ്ച് ഉണ്ടാകുക. അല്ല ഇതുപോലെ ഒരു സിനിമയിൽ ഇപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും അപ്പോൾ എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു മൂവി വന്നപ്പോൾ ഞാൻ ചോദിച്ചു ഇത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറിൽ വെച്ച് പുള്ളിക്കാർ പറഞ്ഞു അല്ല നമ്മളൊരു കറുത്ത ലേഡിയാണ് നോക്കിയെന്ന്. പച്ചമാങ്ങയിൽ ഞാൻ ഫുള്ള് ടാൻ അടിച്ചിട്ടായിരുന്നു, അപ്പോൾ ആകാശം മിഠായി ഫുള്ള് ടാൻ അടിച്ചിട്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ പുള്ളി പറഞ്ഞത് എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നിയ കാരണം വെച്ചാൽ ഒരു ആർട്ടിസ്റ്റിന്, ഒരു ഡയറക്ടറാണ് ഒരു ആർട്ടിസ്റ്റിന് ഇതാക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ ചെയ്ത ക്യാരക്ടർ എനിക്കൊരു ആദ്യം ഇതാക്കി. കാരണം ഞാൻ എന്ന് പറയുന്നൊരു വ്യക്തി അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സാധാരണ ഇപ്പോൾ പണ്ടത്തെ പോലെ ഓവർ റിയാക്ഷനൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല ഫേസിലെന്ന്. പക്ഷേ നമ്മളല്ലാതെ വേറൊരു വ്യക്തിയായിട്ട് എന്നാൽ പ്രേതമൊന്നുമല്ല, എന്നാൽ വേറൊരു വ്യക്തിയായിട്ട് ഒരു ഹലൂസിനേഷനിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ റെഫറൻസ് ഒന്നും എടുത്തിട്ടില്ല, പുള്ളി കാണിച്ചു തന്നിട്ടില്ല. ജിപ്സ് എങ്ങനെയാണോ ആ ക്യാരക്ടർ ചെയ്യാൻ പറ്റുക അതുപോലെ അങ്ങ് ചെയ്താൽ മതി എന്നാണ് പുള്ളി പറഞ്ഞതും. അപ്പോൾ ഇപ്പം ഈ പറഞ്ഞതും കാണാൻ പുള്ളിക്കാരി അതിന് പറ്റിയതാണല്ലോ. പക്ഷേ നമ്മൾ മേക്ക് ഓവറിലാക്കി എടുത്തു എന്ന് പറയുമ്പോൾ അതാണ് ഒരു ആർട്ടിസ്റ്റിൻ്റെ. ഇപ്പോൾ പോലീസുകാർ പല ക്യാരക്ടർ ഒറിജിനൽ പോലീസിനെ കൊണ്ട് അഭിനയിപ്പിക്കുമ്പോൾ പിന്നെ ആർട്ടിസ്റ്റിന് എന്താ അവിടെ പ്രാധാന്യമുള്ളത്? ഇപ്പം അവരെ അതിലോട്ട് മേക്ക് ഓവർ സീനിയർ ആർട്ടിസ്റ്റ് ആണല്ലോ, അപ്പം അവർക്കത് ചെയ്യാൻ പറ്റും. 250ഓളം മൂവീസിൽ അഭിനയിച്ച ഒരു ആർട്ടിസ്റ്റ് അവർ. അങ്ങനെ പിന്നെ മജിദിക്കയായിരുന്നു അച്ഛനായിട്ട് വരുന്നത്. മജിദിക്ക വന്ന ആ വേഷം നന്നായിട്ട് മനോഹരമായിട്ട് ചെയ്തു. നല്ല അച്ഛനും അമ്മയായിരുന്നു. പിന്നെ ഞാൻ വേറൊരു കാര്യം, ഇപ്പോൾ ഈ പ്രൊമോഷനാണ് സിനിമയുടെ ഏറ്റവും വലിയൊരു അവിഭാജ്യ ഘടകം. ഇപ്പോൾ കൈലാഷ് ഉണ്ട് ഇതിൽ. കൈലാഷ് ഒരുപാട് നല്ല സിനിമകൾ ഒക്കെ ചെയ്ത കൈലാഷ് ഇതിൽ ഒരു പോലീസായിട്ട് തന്നെയാണ്. അങ്ങനെ അങ്ങനെ എല്ലാവരും അതിൻ്റെ ഒരു ഭാഗമാവുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട് ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്യാനായിട്ട്. അതിന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ ഈ 20-ാം തീയതി എൻ്റെ വീടിൻ്റെ പാല് കാരണം ഞാൻ എപ്പോഴും ഫാൻസി നമ്പർ നോക്കി എനിക്കതൊരു ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാനിപ്പം ഈ 20/5/2025 എന്ന് പറയുന്ന ഒരു ഇത് മാത്രമല്ല എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് മീൻസ് December 8 എൻ്റെ ബർത്ത്ഡേ എങ്കിൽ 20/5
അതിൽ വെച്ചിരിക്കുന്നത്. ഡിസാസ്റ്റർ ആയിരുന്നെങ്കിലും 25 എൻ്റെ കല്യാണത്തിൻ്റെ ഡേറ്റ് വന്നിട്ട്. അപ്പോൾ ഏകദേശം നല്ലതും മോശമൊക്കെ ആയിട്ടുള്ള എല്ലാം 25 സംഭവിച്ചു വെച്ചാൽ 25/2025 അതിനി കിട്ടുന്നില്ലല്ലോ. അന്ന് എൻ്റെ വീടിൻ്റെ പാലുകാശ് എനിക്ക് എന്ന് വെച്ചാൽ ഞാനും എൻ്റെ ഫാമിലി മാത്രം. കാരണം അതിന് മുൻപ് എൻ്റെ മമ്മിക്ക് പോകാനുള്ള ഡേറ്റിൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ മുൻപ് പാലുകാച്ചൊരെണ്ണം ലോക്ക്ഡൗണിൽ നടത്തിയത്. അന്ന് 20 പേര് മാത്രമേ പങ്കെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതിൽ അന്ന് 20 പേരെ പങ്കെടുക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് അത്ര ഇതായിട്ടുള്ള ലോക്ക്ഡൗണിൽ, ടൈറ്റായിട്ടുള്ള ലോക്ക്ഡൗണിൽ എനിക്കൊണ്ട് അന്ന് ഞാൻ ആരും വീട്ടിൽ പോയി വിളിച്ചിട്ടില്ല. ജസ്റ്റ് ഫോണിൽ ഇങ്ങനെ പാല് വെച്ച് നടത്തിയെന്ന് മാത്രമേ പറഞ്ഞു. പക്ഷെ അന്നൊരു 300 പേരോളം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ ഒരു വിപുലമായിട്ടൊന്നും നടത്തുന്നില്ല. ഈ ഒരു ഡേറ്റിന് പോയിട്ട് കുറച്ച് പണികളുണ്ട്, അതങ്ങനെ ചെയ്ത് തീർത്ത് കയറാം എന്നുള്ള രീതി നിൽക്കുമ്പോഴാണ് ഇത് പറയുന്നത്. കാരണം അത് ട്രിവാൻഡ്രം, ഇത് കൊച്ചിയാണ്. അപ്പോൾ മോള് വെക്കേഷൻ ഉണ്ട്, അപ്പോൾ അവളെയും കൊണ്ട് തിരിച്ചു പോവുകയും ചെയ്യാം എന്നൊക്കെ വിചാരിച്ചപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ തിരിച്ച് എനിക്ക് അങ്ങോട്ട് കൊണ്ടുപോകണം എന്ന് നിൽക്കുമ്പോഴാണ് പുള്ളി പറയുന്നത്. പുള്ളിയല്ല, നമ്മൾ പ്രൊഡക്ഷൻ കൺട്രോൾ വിളിച്ചിട്ട് പറയുന്നു 20-ാം തീയതി, പിന്നെ 16-ാം തീയതി നമുക്ക് റിലീസാണെന്ന്. കഴിഞ്ഞ എനിക്കൊന്ന് ഒരു മാസത്തോളം ഞാൻ പിന്നെ കാരണം പോയിട്ട് തിരിച്ച് പെട്ടെന്ന് വരിക എന്ന് പറഞ്ഞാൽ എനിക്ക് നടക്കൂല. പ്രത്യേകിച്ച് പണിക്കാരെയൊക്കെ പെട്ടെന്ന് കിട്ടലും നടക്കൂല, പകുതി വെച്ചിട്ട് വീണ്ടും വരലും നടക്കൂല. ഞാൻ വെച്ച് സാരമില്ല, പാലുകാച്ച എനിക്ക് പിന്നെ നടത്താമല്ലോ. പക്ഷേ അതിന് പകരം അതിനെക്കാട്ടിയും വലുതാണല്ലോ നമ്മളിപ്പോൾ ഒരു 10 മാസം ഒരു പ്രഗ്നൻ്റായി ഒരു കുട്ടിയെ പ്രസവിക്കുന്ന പോലെയാണ് ഒരു ഡയറക്ടർ ഒരു സിനിമേനെ കൊണ്ടു നടക്കുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മൾ കൂടെ നിന്ന് പ്രൊമോട്ട് ചെയ്ത് അതിനെ പുറത്തെടുക്കാൻ അതിൻ്റെ കാര്യങ്ങൾക്ക് ഒപ്പം നിൽക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഉത്തരവാദിത്തമാണ്, റെസ്പോൺസിബിലിറ്റിയാണ് എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് വന്നു. കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് കാണാൻ ഒരു 11 വർഷം എൻ്റെ വീട് അങ്ങനെ കിടക്കുക കുറേശ്ശായിട്ട്. പക്ഷേ ഞാൻ അതുപോലും കളഞ്ഞിട്ട് നിന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം സിനിമയാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നമ്മളെ ഒരു ജിപ്സാ ബീഗം എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിന് കാരണം എനിക്ക് ഇപ്പം എൻ്റേതായിട്ട് ഇഷ്ടപ്പെടുന്ന കുറച്ച് പ്രേക്ഷകരുണ്ട്. അപ്പോൾ അവരിപ്പോൾ എന്നോടുള്ള ഇഷ്ടം കൊണ്ട് ചിലപ്പോൾ വന്ന് കാണുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ ഒരു ഉത്തരവാദിത്വമാണ് ആ സിനിമയ്ക്ക്. അത് മോശമായാലും നല്ലതായാലും വിജയിച്ചാലും മോശമായാലും ശരി പൊട്ടിയാലും ശരി നമ്മളതിൻ്റെ കൂടെ ലാസ്റ്റ് വരെ നിൽക്കുക എന്ന് പറയുന്നത്. അപ്പം അതൊരു അഭിനന്ദിക്കാൻ പറ്റിയൊരു കാര്യം തന്നെയാണ്. എന്നിട്ട് ഞാൻ മോളെ ഒറ്റയ്ക്ക് ഇവിടെ വൈറ്റിലേന്ന് KSRTCയിൽ കയറ്റി നാട്ടിലോട്ട് വിട്ടു. ഇതില് ബാക്കി ആർട്ടിസ്റ്റുകൾ എല്ലാവരെയും അറിയിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. കൈലാഷിനെ അറിയിച്ചു, മിഥുനെ അറിയിച്ചു, എല്ലാവരെയും അറിയിച്ചു. എന്നെയും അറിയിച്ചു. ഞാൻ ഇവിടെ കൃത്യമായി എത്തി. ഞാനും എത്തി. എൻ്റെ അടുത്ത് ബിന്ദു ചേച്ചി എത്തി. അങ്ങനെ എല്ലാവരും എത്തി. എല്ലാവരും എത്തേണ്ടവരൊക്കെ എത്തി. അപ്പോൾ ഈ പ്രോജക്റ്റിനോട് സഹകരിക്കണം എന്ന് താല്പര്യമുള്ളവർ വരും, അത്രേ ഉള്ളൂ. പിന്നെ ഞാനിത് പ്രധാന വേഷം ചെയ്യുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് സഹകരിക്കണമെന്ന് നിർബന്ധം ഇല്ലാന്ന് ചിന്തിക്കാം, വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാം. പിന്നെ ഒരു അവാർഡും കിട്ടിയല്ലോ, സത്യജിത്ത് അവാർഡിന് അയക്കാൻ പറ്റിയില്ല, ആ ഡേറ്റ് ചെറിയ ക്ലാസ് ആയിപ്പോയി. പിന്നെ കുറച്ച് വേറെ ഇവിടെ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് വന്നു നടൻ ഫേസ് എന്നൊരു കാറ്റഗറി കിട്ടിയിട്ടുണ്ട്. കാരണം ഒരുപാട് സിനിമകൾ പാതി വഴിയിൽ ഇപ്പം ഞാൻ ചെയ്ത അക്ടോബർക്ക് ചെയ്തപ്പോൾ എന്നൊരാളൊക്കെ പാതി വഴിയിൽ വെച്ചൊക്കെ നിന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സിനിമകൾ ഓണാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് പാടുപെടുന്നുണ്ട്. പല സിനിമകൾ പകുതി വഴിയിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ഇത് തിയേറ്ററിലൊരു സാധനം എത്തുക എന്ന് പറയുന്നത് ഒരു സന്തോഷം തന്നെയാണ്. എത്രയാണെങ്കിലും ശരി. അല്ല, നമ്മൾ റിലീസ് ചെയ്യുന്നതിന് വേണ്ടിയാണല്ലോ പടം. അതെ, അപ്പൊ എല്ലാരും കൂടെ നിന്ന് ഒരു മികച്ച വിജയമാക്കാം, ഇവിടം വരെ എത്തിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഷൂട്ടിംഗ് സമയത്തായിക്കോട്ടെ, ഇതിന്റെ മറ്റ് ജോലികൾ ആയിക്കോട്ടെ, എല്ലാവരും സഹകരിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു പടത്തിന്. ഷൂട്ടിങ്ങും അതെ. അപ്പോൾ ലാസ്റ്റ് ആയിട്ട് പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? അതിന്റെ മെയിൻ ആയിട്ടുള്ളത് മൂപ്പര് തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഒരു ഡയറക്ടർ, ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ, നടൻ എന്നുള്ളതിലുപരി ഇതിന്റെ ഫണ്ടിന്റെ ബാക്കി കാര്യങ്ങളുടെ ഒക്കെ ഞാനപ്പോൾ നമ്മളെ പ്രൊഡക്ഷൻ കൺട്രോൾ ഞാൻ ചോദിക്കുന്നു. ഇപ്പം ഓരോ ദിവസം കഴിയുമ്പോൾ ഇനിയിപ്പോൾ ഫണ്ടിന് അങ്ങനെ എടുക്കുന്നെങ്കിൽ ബുദ്ധിമുട്ട് സാധാരണ മിക്ക സിനിമകളിൽ ഉണ്ടാകുന്നത്. അപ്പം എങ്ങനെയെന്ന് അറിയത്തില്ല, നാളെ ഞാനൊരു ബില്ല് കൊടുക്കുമ്പോൾ കറക്റ്റ് ടൈമിന് പുള്ളി ഫണ്ട് അറേഞ്ച് ചെയ്ത് ചെയ്യുന്നുണ്ടെന്ന് ഓരോ പ്രാവശ്യം. അപ്പോൾ ഞാൻ ഇന്നലെ ഇപ്പം പ്രൊമോഷൻ്റെ കാര്യം ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞു, അപ്പം കാരണം പുള്ളി കുറച്ച് സാമ്പത്തികമായിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കില്ലേ. അപ്പം ഇന്ന് നോക്കുമ്പോൾ അപ്പോഴും പുള്ളി പറയുന്നു എന്താണെന്നറിയില്ല, പ്രൊമോഷൻ്റെ കാര്യം പുള്ളി തന്നെയാണ് എല്ലാം സെറ്റ് ചെയ്തത്, എനിക്കൊരു ഇത് മുതലും വന്നില്ലാണ്. അപ്പോൾ അങ്ങനെ അതാ ഞാൻ നേരത്തെ പറഞ്ഞു, പല സിനിമകളും പല വഴിക്ക് പാതി വഴിക്ക് നിൽക്കുമ്പോഴും തിയേറ്ററിലെത്താതെ നിൽക്കുമ്പോഴും ഒക്കെ ഇത് ഇവിടം വരെ എത്തിച്ചു എന്നുള്ളത്. കാരണം ഒരു ഡയറക്ടർ എന്നതിലുപരി അതിൻ്റെ എന്റെ കമ്പനിയാണ് ചെയ്യുന്നത്, പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ചെയ്യുമ്പോൾ ഞാൻ അതിന് ഇതുമായിട്ട് സഹകരിക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ തന്നെയാണ് ഇതുവരെയും കാര്യങ്ങൾ മുന്നിട്ട് പോകുന്നത്. നമുക്ക് റെമുനറേഷൻ ആണെങ്കിൽ ഭയങ്കര വലിയ റെമുനറേഷൻ അല്ല, ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോയി കറക്റ്റ് അത് നമ്മൾക്ക് തന്നിട്ടുണ്ട്. ഒരു വലിയ കാര്യം തന്നെയാണ്. ഒരു വ്യത്യാസം ഞാൻ വരത്തില്ല. അപ്പോൾ ഷൂട്ട് കഴിഞ്ഞ് മേക്കപ്പ് ആവുന്നതിന് ആ സെറ്റ് തന്നെ നമുക്ക് എത്രയാണ് നമുക്ക് പറയുന്ന ആ പേയ്മെന്റ് കറക്റ്റ് അല്ലെങ്കിൽ നാളായിരുന്നു. ഞാൻ ചെയ്ത പടം 3 പടം ചെയ്തു, 3ഉം അനുഗ്രഹിച്ച്. അത് റിയൽ ഫൈറ്ററും ഞാനിപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന 2 പടം, ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നതല്ല, അതാണ് പുറത്ത് ഞാനിപ്പോൾ വേഷം ചെയ്തുകൊണ്ടിരിക്കുന്ന 2 പടം. കരിമ്പടം അത് ഞാൻ ഡബിങ് കഴിഞ്ഞ് വന്നു. പിന്നെ ട്രക്ക് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു, 3 വട്ടവട. പിന്നെ 2 പടം ഇപ്പോൾ തുടങ്ങാനിരിക്കുന്നു. അതിലൊരെണ്ണത്തിൻ്റെ മേക്കോവറാണിത്, മീശയൊക്കെ എടുത്തിട്ട്. അപ്പോൾ കാര്യങ്ങളും നന്നായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന പടം അടുത്ത മാസം ലാസ്റ്റോടുകൂടി ആരംഭിക്കും.
ഇതെല്ലാം ദൈവം അനുഗ്രഹിച്ച് കൃത്യം നടക്കും, തടസ്സങ്ങളില്ലാതെ നടക്കും. കൂടി നമ്മളൊക്കെ ഫ്രീ ഉണ്ട് ഇല്ലേ അത് തന്നെ തീർച്ചയായിട്ടും ഇതില് ഞാൻ ഇപ്പൊ 9 മണിക്ക് സാധാരണ ലൊക്കേഷനിൽ പാക്കപ്പ് പറയും. നമ്മള് 10, 11, 12 പുലർച്ചെ 4 മണി വരെയൊക്കെ നമ്മളെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ഒരു ടീം വർക്ക് പോലെയായിരുന്നു. പക്ഷെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒന്നിലും വന്നത് അല്ലെങ്കിൽ പോലും അവിടെ ചെന്നതിന് ശേഷം അതിലുള്ള എല്ലാവരും ഒരു ടീം വർക്ക് പോലെ വർക്ക് ചെയ്ത നമ്മളുടെ ഒരു സമയം നോക്കുകയോ അല്ലെങ്കിൽ ടീം വർക്ക് ആണല്ലോ സിനിമ. ഇതിനകത്ത് എനിക്ക് ഒരു പറയാനുള്ളത്, ആള് ഒരു ദിവസം ശാരീരികമായിട്ട് വല്ലാണ്ട് പീരിയഡ്സിന്റെ ടൈമിൽ എനിക്ക് എപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്കറിയണ്ടായില്ല, ശാരീരികമായിട്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു. എന്നിട്ട് പോലും ആ സീൻ എടുത്ത് മാറണം, അന്ന് തന്നെ തീരണം. അതുപോലെ കൂടെ നിന്ന് പുലർച്ചെ 4 മണിക്ക് അവസാനം ഞാൻ തളർന്ന് വീണ്. നമ്മൾ രാവിലെ 6 മണിക്ക് ഷൂട്ട് തുടങ്ങിയതാ. അപ്പൊ കണ്ടിന്യൂസ് നമ്മളുടെ പോർഷൻസ് തന്നെയാണ്. ഏർലി മോർണിംഗ് 4 മണിയായപ്പോഴത്തേന് ആള് വീണു, മൊത്തത്തിൽ വീണു, ഫുള്ള് തലകറങ്ങി വീണു. കാരണം എനിക്ക് പീരിയഡ്സും ഈ റെസ്റ്റ് ഇല്ലായ്മ എല്ലാം കൂടെ ആയപ്പോൾ ഓവർ ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണു. അതുവരെ കൂടെ നിന്ന്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഷൂട്ട് മുന്നേ തീർന്നു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്ഷൻ കോസ്റ്റും ഒരു ദിവസത്തത് കുറഞ്ഞു കിട്ടും എന്നുള്ളതുകൊണ്ട് അവർക്ക് നമ്മളെ കൊണ്ട്. കാരണം ഇന്ന് വരെ ഞാൻ ചെയ്ത എല്ലാ സെറ്റിലും ഇതേപോലെ മാക്സിമം നമ്മൾ അതുപോലെ സഹകരിക്കുന്നവരാ മുഴുവൻ. ഒരാളുമാർ എല്ലാവരും അതുപോലെ നിന്ന്. എന്തായാലും 16-ാം തീയതി ഈ വരുന്ന വെള്ളിയാഴ്ച പടം റിലീസാവുകയാണ്. എല്ലാവരും സിനിമ തിയേറ്ററിൽ വന്ന് കാണണം. പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പറയണം. അതെ, വിമർശനങ്ങളും നിരൂപണവും ഒക്കെ എല്ലാം സമ്മിശ്രമായി വരട്ടെ അല്ലേ? ബഹുമാനപൂർവ്വം. കാരണം നമ്മള് അതെ വന്നു കഴിഞ്ഞാൽ പരസ്പരം ഒരു ബഹുമാനപൂർവ്വം ഒക്കെ ആണെങ്കിൽ നമ്മൾ വിമർശിക്കുവാണെങ്കിൽ ബഹുമാനത്തോടെ വേണം. അതെ, വിമർശിക്കുകയാണെങ്കിൽ എല്ലാവർക്കും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ചിലവാക്കുമ്പോഴത്തേക്ക് അത് അങ്ങനെ അല്ലെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട്, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ഇങ്ങനെ ആക്കായിരുന്നു, അല്ലെങ്കിൽ ആ പുള്ളിക്കാരിക്ക് കുറച്ചുകൂടെ അങ്ങനെ അത് കുറച്ചുകൂടെ അത് ഓരോരുത്തരും ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതി നമ്മളും പല സിനിമേനെ നമ്മൾ റിവ്യൂ ഒക്കെ പറയുന്നത്. ഇതൊരു കൊച്ചു സിനിമ 2 മണിക്കൂർ ഒരു അവകാശവാദവും ഇല്ല ഒരു തരത്തിലും. വരിക, ആസ്വദിക്കാൻ പാകത്തിനുള്ള സാധനമാണ്. കുടുംബത്തോടെ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. വയലൻസ് ഒരുപാട് അതിപ്രസരം അങ്ങനെയൊന്നുമില്ല. നല്ലൊരു കൊച്ചു പടം, അതാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.